UDFിലെ ഘടകകക്ഷികൾ അതൃപ്തരായി മാറുകയാണ്. UDF ആടി ഉലയുകയാണെന്ന് തന്നെ പറയാം. കാരണം UDFിനെ നയിച്ചു കൊണ്ടുപോകുന്ന കോൺഗ്രസ്, ആ നേതൃത്വത്തിൽ തന്നെ പലതരത്തിലുള്ള കലഹങ്ങൾ, അതിനോടൊപ്പം തന്നെ നിരവധി സദാചാര പ്രശ്നങ്ങൾ. UDFിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ അതിനകത്തത് തീർത്തു, അത് പരിഹരിക്കുകയോ അല്ലെങ്കിൽ അതിജീവിക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരതല്ല ചെയ്യുന്നത്. അവർ തന്നെ വിഴുപ്പലക്കും, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വിഴുപ്പലക്കാനുള്ള വഴിയും വെച്ചു കൊടുക്കും കോൺഗ്രസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കേരളത്തിൽ ഭരണത്തിനെതിരായി ശക്തമായ ഒരു തരംഗം നിൽക്കുമ്പോൾ ആ തരംഗം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്ന സാഹചര്യമാണുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കലഹത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ടും അതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇനി നിയമസഭയിൽ വരണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ചർച്ച പോകുന്നത്. ഇത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നമാണെങ്കിലും ഘടകകക്ഷികൾക്കിത് വലിയ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. കാരണം മുന്നണി ഒരുമിച്ച് കെട്ടുറപ്പോടുകൂടി പോകണം. ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 2026 മുതൽ 2031 വരെ വീണ്ടും പഴയതുപോലെ പ്രതിപക്ഷത്തിരിക്കാം. തുടർച്ചയായി 15 വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറാം. ശരിക്കും ഒരു വലിയ വനവാസം തന്നെ. ശ്രീരാമൻ പോലും 12 വർഷമേ വനവാസത്തിന് പോയുള്ളൂ. കോൺഗ്രസ്സുകാർ അതിൽ കൂടി പോവും, അതിലും കൂടുതൽ പോവും. വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ VD സതീശനോട്, അല്ലേ, മുഖ്യമന്ത്രിയാകാമെന്നുള്ള മോഹമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പറവൂരിലെ തോൽപ്പിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ കരുതലോടുകൂടി പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് കെട്ടുറപ്പില്ലാത്തത് കൊണ്ട് മുന്നണിക്കകത്തും അത് ബാധിക്കുന്നു എന്നാണ് ഘടകകക്ഷികൾ മനസ്സിലാക്കുന്നത്. ഘടകകക്ഷികളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സീറ്റുള്ളവർ മാത്രമല്ല, സീറ്റില്ലാത്തവരും ഘടകകക്ഷികളാണ്. മുസ്ലിം ലീഗ് അവരാണല്ലോ പ്രധാന ഘടകകക്ഷി. കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ്, CMB, ഫോർവേഡ് ബ്ലോക്ക്, ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒറ്റയാൾ പട്ടാളമാണെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ തന്നെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ മുന്നണിക്കകത്ത് നിൽക്കുമ്പോഴാണ്. ഈ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റ് പല നീക്കുപോക്കിനെ കുറിച്ചും ആലോചിക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2021 തന്നെ ലീഗിന് ഭരണത്തിൽ കയറാഞ്ഞിട്ട് വളരെ അസ്വസ്ഥരായിട്ട് നിൽക്കുകയാണ്. അവരിടയ്ക്ക് ആലോചിച്ചതാണ് LDFിലേക്ക് പോകുന്നതിനെക്കുറിച്ച്. വലിയ ചർച്ചകളൊക്കെ നടന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. CPMൻ്റെ ഉന്നതരും മുസ്ലിം ലീഗിൽ നിന്നുള്ളവരുമായിട്ടുള്ള ചർച്ചകൾ. മുസ്ലിം ലീഗിൽ എന്ന് പറഞ്ഞാൽ അതാരായിരിക്കും നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയാണ്. ലീഗിനകത്തെ പിണറായി വിജയനാണത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഭരണം ആര് പിടിക്കുന്നുവോ അവരോടൊപ്പം നിൽക്കുക എന്ന് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. തുടർച്ചയായി 10 വർഷമാണ് അധികാരത്തിലില്ലാതെ മാറി നിൽക്കുന്നത് ലീഗ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്നുള്ളതാണ്. മുന്നണി വിപുലീകരിച്ചുകൊണ്ട് UDFിനെ വിപുലീകരിക്കാനുള്ള എല്ലാ ശ്രമവും മുസ്ലിം ലീഗ് നടത്തി നോക്കിയതാണ്. ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, തങ്ങളുടെ ഒരു സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാം, സുരക്ഷിത മണ്ഡലമായിട്ട്. അത് തിരുവമ്പാടി. ജോസ് കെ മാണിക്ക്
ഇനിയും പാലയിലും കടുത്തുരുത്തിയിലും ഒന്നും നിന്നാൽ വിജയിക്കില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചിലർ ആ സീറ്റും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ തിരുവമ്പാടി ലീഗിൻ്റെ മണ്ഡലം തന്നെ കൊടുക്കാമെന്ന് തയ്യാറെടുത്തതാണ്. കാരണം ലീഗ് വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26 അധികാരത്തിൽ വരണം, അതിനു വേണ്ടിയാണ്. ഇപ്പം നിലമ്പൂരിലെ വിജയത്തിന് പിന്നിൽ ആരുടെ അധ്വാനമായിരുന്നു? ഒരു 95% മുസ്ലിം ലീഗിൻ്റെ അധ്വാനമായിരുന്നു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്വാനമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സകല വീടുകളിലും കയറി ഇറങ്ങി. ലീഗിനകത്തെ ഒരു മുതിർന്ന നേതാവാണ്. ഇതെന്തിനു വേണ്ടി ലീഗ് അത്രത്തോളം അധ്വാനിച്ചു എന്ന് ചോദിച്ചാൽ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങ് നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറം ഇതിനകത്തൂടെ നിലമ്പൂരിലൂടെ ഒരു വലിയ UDF തരംഗം കേരളത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രശ്നം. ദേശീയ തലത്തിൽ തന്നെ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയിലൂടെ തന്നെ കോൺഗ്രസ് നിലംപതി പരിശായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലൂടെ രണ്ട് രാഹുലും കൂടി രാഹുകാലത്തിലൂടെയാണ് കോൺഗ്രസിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇത് പരിഹാരം കണ്ടെത്തി മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ മുന്നണിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നറിയുന്നുണ്ട്. ചില ഘടകകക്ഷികളിൽ ചിലർക്കൊന്നും MLA സ്ഥാനം പോലുമില്ല, MP സ്ഥാനമുള്ള ഒരാളുണ്ട്, RSP. UDF വീണ്ടും അധികാരത്തിൽ വരും, ചിലർക്കൊക്കെ മന്ത്രി പദവിയും അവർ സ്വപ്നം കാണുന്നുണ്ട്. ഘടകകക്ഷികളിലൊക്കെ തന്നെ RSP ഷിബു ബേബി ജോൺ വീണ്ടും മത്സരിക്കും, ചവറയിൽ നിന്നായിരിക്കും. അത് വിജയിച്ചു വരാവുന്ന ഇതേ ഉള്ളൂ. കാരണം 2021 ഡോക്ടർ സുജിത് വിജയൻപിള്ള 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് വിജയിച്ചത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭരണവിരുദ്ധ തരംഗം ഉള്ളതുകൊണ്ട് UDFന് അനുകൂലമാക്കി മാറ്റാമെന്ന് കണക്ക് കൂട്ടുന്നു. UDF അധികാരത്തിൽ വന്നാൽ ഷിബു ബേബി ജോൺ മന്ത്രിയുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതേ അവസരത്തിൽ CPMകാർ UDFിൽ നിന്ന് ഘടകകക്ഷികളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ലീഗിൻ്റെ കാര്യം പറഞ്ഞു. അതുകൂടാതെ RSPയെ കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. RSPയെ പ്രേമചന്ദ്രനെ മാറ്റി നിർത്തിയിട്ട്. പ്രേമചന്ദ്രനെ അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കത്തില്ല CPMകാർക്ക്. കാരണം ഇത്തിരി തൻ്റെ ഇടമുണ്ട്, ആർജവമുണ്ട്, നട്ടലിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഷിബു ബേബി ജോണിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഷിബു ബേബി ജോൺ അത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ LDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനവും കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷേ UDFിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കും വിജയമുണ്ടെങ്കിലും ഷിബു ജയിച്ചു വരികയാണെങ്കിലും മന്ത്രിസ്ഥാനമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ CMBയും CP ജോണാണ്. CP ജോണിന് അർഹമായ പ്രാതിനിധ്യം തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഘടകകക്ഷികളെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഘടകകക്ഷികൾ അതൃപ്തരാണ്. അത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ദേശീയ തലത്തിലെ രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടുന്ന ഈ ലോകവിഡ്ഢിത്തരങ്ങളും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കോൺഗ്രസിന് കേരളത്തിലും തിരിച്ചടി ഉണ്ടാക്കും എന്ന് ഘടകകക്ഷികൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഘടകകക്ഷികൾ അതൃപ്തരാണ്. അവർ ചിലപ്പോൾ വഴിവിട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.